ഇനി കാണിക്കാൻ പോകുന്ന മാംഗല്യം സീരിയൽ നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ്. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഇന്ന് സൺഡേ രാത്രി കാണാനുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ നിങ്ങളുടെ കമൻസും ഷെയർസും ലൈക്സ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. പിന്നെ പറ്റുവാണെങ്കിൽ ഇച്ചിരി സ്നേഹം കൂടുതലുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ള കാര്യത്തിനകത്ത് ഏറ്റവും പ്രധാനം പറയാതിരിക്കാൻ പറ്റില്ല. ഇത് പറയാതെ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് തുടങ്ങാൻ പറ്റത്തില്ല. കാരണം ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ മിക്കവാറും നമുക്കൊക്കെ ടി വി തല്ലി പൊട്ടിക്കാൻ തോന്നിയിരിക്കും. കാരണം പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ട് അങ്ങനെയൊന്നും ആരും ചെയ്യേണ്ട കേട്ടോ. കാരണം നമ്മുടെ പൈസയാണ്, ചാനലുകാരുടെ പൈസയല്ല. അപ്പം ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് തോന്നുന്നു ഈ നെല്ലിശ്ശേരി വീട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യന്മാർ തന്നെയാണോ? കാരണം ഇത്രയും മനുഷ്യത്വരഹിതമായി പെരുമാറാനുള്ള മനസ്സ് ഇവർക്ക് എവിടുന്ന് കിട്ടുന്നു? സ്വാർത്ഥ താല്പര്യത്തിൻ്റെ അങ്ങേയറ്റം, മണ്ടത്തരത്തിൻ്റെ അതിനേക്കാൾ അപ്പുറത്തോടെ മണ്ടത്തരം, സ്വാർത്ഥത, അങ്ങനെ എന്തൊക്കെയാണ് വേണ്ടാത്തതെല്ലാം ഇവർക്ക് കൂടുതലുണ്ട്. പിന്നെ സ്വന്തം മകനെ കാണാതായിട്ടും ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു അച്ഛൻ, ഇയാൾ നെല്ലിശ്ശേരി സേതുമാധവനോ ബിസിനസ്സാണോ ആരൊക്കെ ആയാലും ഇങ്ങനെ ഒരാളും കാണാൻ പാടില്ല. പിന്നെ നന്ദൻ സഹോദരൻ ഈ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ ഈ അവസ്ഥ ആരെക്കാളും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന വ്യക്തി നന്ദൻ തന്നെയാണ്. കാരണം കൂടെ നിന്ന ഭാര്യയെ തന്നെ ചതിക്കുമ്പോഴും സച്ചിയെ ചതിക്കാൻ ഒരു ശത്രു ഇല്ല എന്ന് വാ തുറന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും സ്നേഹയുടെ കല്യാണം നടത്തി കൊടുക്കാനും ധനുഷിനെ വിശ്വസിച്ച് ഈ പിറകെ തന്നെ ധനുഷിനെ അല്ലെങ്കിൽ ലോകത്ത് വേറെ ഒരു ചെറുക്കനില്ലാത്ത പോലെ നടക്കുന്ന ഇവരുടെ മണ്ടത്തരം, ഇവർ ആ ഒരു സെൽഫിഷ്നെസ്, ആ ഒരു കോംപ്ലക്സും ഈഗോയും, രക്ഷിച്ചവളായിട്ട് പോലും അർച്ചനയുടെ വാക്കിനോ അർച്ചനയുടെ സങ്കടത്തിനോ പോലും വില കൊടുക്കാതെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം നടത്താൻ പോകുന്ന ഈ ഒരു ഫാമിലിയിലെ ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ എന്ത് പറയണമെന്നറിയത്തില്ല. ഇത്രയും പറയാതെ ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂ എനിക്കെന്നല്ല ആർക്കും തുടങ്ങാൻ കഴിയത്തില്ല. കാരണം ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ എന്തുകൊണ്ടാണ് ഇത്രയും വികാരത്തിൽ പറയേണ്ടി വരുന്നതെന്ന്. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന കാര്യം, ഈ അവന്തികയും ധനുഷും കൂടെ ചെന്നിട്ട് ഈ മുതലക്കണ്ണീരൊക്കെ കൊണ്ടുവന്ന് അർച്ചനെ സമാധാനിപ്പിക്കാൻ വരുന്ന പോലെ വന്ന് അർച്ചനെ വീഴ്ത്തുന്ന ഓരോ കണ്ണീര് കണ്ട് അത്ര സൈക്കോകളെ പോലെ കടന്ന് അവിടെ ഭയങ്കര മനസ്സുകൊണ്ട് ഭയങ്കര ആനന്ദിക്കുമോ. ഞാൻ വളർത്തിയ മകനല്ലേ സച്ചി, അവനെ കാണുന്നില്ലെങ്കിൽ എനിക്ക് നിന്നെക്കാളും വിഷമമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിനയം, ഭയങ്കര തകർത്ത അഭിനയം. പക്ഷേ ഈ അഭിനയത്തിൻ്റെ ഇടയ്ക്കാൽ തന്നെ അർച്ചനയ്ക്ക് കോൾ വന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കോൾ വരുന്നത്. അതായത് സച്ചിയെക്കുറിച്ചുള്ള ഒരു വിവരം, സച്ചിയെക്കുറിച്ചുള്ള വിവരം എന്ന് പറയുമ്പോൾ സച്ചിയുടെ കാറ് ബീച്ച് റോഡിൽ വെച്ച് കണ്ടെത്തിയെന്നാണ് ഫോൺ വരുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് അർച്ചന ഉടൻ താഴെ ചെല്ലുവാണ്. എത്രയും വേഗം ആ സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടി പോകാനാണ്. അപ്പോഴത്തേക്ക് അവന്തികേനെ ധനുഷ് വിളിക്കുന്നത്, ബാ നമുക്കും കൂടെ പോകുന്ന പറയുമ്പോൾ എനിക്ക് മതി, ഞാൻ വരുന്നില്ല. കാരണം ഇവിടെ ഇത്രയും നേരം തന്നെ ഈ അഭിനയിച്ച് തകർത്ത് എനിക്കിത് തന്നെ മടുത്ത്, നീ വേണമെങ്കിൽ പോ. അവർ വിളിച്ചത് ബീച്ച് റോഡിൽ വെച്ച് സച്ചിയുടെ കാറ് കണ്ടു കിട്ടിയെന്നുള്ള കാര്യം പറയാനായിരിക്കും. അതിൻ്റെ പിറകിലൊന്നും തള്ളി ചെന്ന് കൊടുക്കാൻ ഞാനില്ല, നീ വേണമെങ്കിൽ പോയി അറിഞ്ഞിട്ട് വന്നിട്ട് അവന്തിക്ക് അവിടെ നിന്ന് തന്നെ എന്തോ വീണ്ടും അടുത്തൊരു മാസ്റ്റർ പ്ലാൻ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം താഴെ ധനുഷ് ഇവരെ കൂടെ പോയി എല്ലാവരും കൂടെ ഒരുമിച്ച് ആ ബീച്ച് റോഡിന് ആ കാറ് കടന്ന സ്പോട്ടിലേക്ക് എത്തി. അപ്പം ഈ കാറ് കടന്ന സ്ഥലത്തിനകത്ത് ഈ പറയുന്ന രാജമല്ലികയെന്നോ അങ്ങനെ സംതിങ് ആണ് ആ ഒരു പോലീസ് ഓഫീസർ ആരുടെ പേര്. അപ്പോൾ ആ വിമൻ പോലീസ് ഓഫീസർ സാരോട് പറഞ്ഞ് ആ കാറിൻ്റെ അകം മൊത്തം സെർച്ച് ചെയ്യുക. അതായത് ഇതിനകത്ത് ആരെയും സച്ചിയെ തട്ടിക്കൊണ്ട് പോയതായിട്ട് എന്തെങ്കിലും സൂചന ഉണ്ടെന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും സച്ചിയെക്കുറിച്ച് അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല. അപ്പം കാറിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം സച്ചിയുടെ ഫോൺ മാത്രം. അപ്പം സ്വിച്ച് ഓഫ് ചെയ്ത രീതിക്കകത്ത് കാറിൻ്റെ ഡാഷ്ബോർഡിൽ തന്നെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും പോലീസുകാരൻ പറയുന്നുണ്ട്, ഇത് മനഃപൂർവ്വം തന്നെ ആണോ മാഡം സ്വിച്ച് ഓഫ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് പോയത്, അപ്പം കാണാനില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്താന്നൊക്കെ ഒരു നിഗമനം അങ്ങനെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് സേതുമാധവനും അർച്ചനയും നന്ദനും എല്ലാവരും കൂടെ ഓടിയെത്തുന്നത്. നന്ദൻ്റെ മുഖത്തെ ഭാവം കണ്ടു കഴിഞ്ഞാൽ ഒരടിയൊന്നുമല്ല, ഒരു 10 അടി അവന്തിക അന്നേ കൊടുത്ത് കൊല്ലണ്ടായെന്ന് നമുക്ക് ആർക്കും തോന്നിപ്പോവും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന നന്ദൻ അത്ര വലിയ സച്ചി കാണാത്തതിനകത്ത് അത്ര വലിയ ഒരു ആകാംക്ഷയോ അല്ലെങ്കിൽ ഒരു പേടിയോ ഒന്നുമില്ല. ഈ സമയത്തിനകത്ത് അർച്ചനയാണ് കരഞ്ഞ് ഒരു അവശ്യ പരുവത്തിൽ നിൽക്കുകയാണ്. അർച്ചന എന്തായി മാഡം എന്താണെന്ന് പറഞ്ഞാൽ അർച്ചനയും സേതുമാധവൻ ചോദിക്കുമ്പോഴത്തേക്കും സേതുമാധവനോട് പറയുന്നുണ്ട്, കാറിൻ്റെ അകത്ത് സച്ചിയുടെ വേറൊരു ഇൻഫർമേഷൻസ് നമുക്ക് കാണാനില്ല, കാറിനകത്ത് നിങ്ങൾ ഫോൺ മാത്രം കിട്ടി, സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഫോൺ കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും ഈ പോലീസുകാർ പറയുന്നുണ്ട്, ചിലപ്പം സച്ചി ഇനി മറ്റാരെങ്കിലും കൂടെ പോയതാണോ കാർ ഇവിടെ ഇട്ടിട്ടെന്ന് ആ ഒരു സംശയം നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വേറൊരു പോലീസുകാരൻ അവിടെ മാറി നിന്ന് സംസാരിക്കുന്നത്, അയാളൊരു ബിസിനസ്സുകാരനല്ലേ, അയാൾ ആരെങ്കിലും ഈ രാത്രി തട്ടിക്കാണോന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കേട്ട് അർച്ചനയ്ക്ക് അവിടെ ഭയങ്കര സങ്കടം. അർച്ചന അവിടെ നിന്ന് പൊട്ടി കരയുവാണ്. പക്ഷേ ഇതൊന്നും കണ്ടുപോലെ അർച്ചനയെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് പോലും ഈ നന്ദൻ നിൽക്കാതെ നന്ദൻ നേരെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, സന്ദീപിന് ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പോൾ സന്ദീപ് രാത്രി ഈ ഉറക്കത്തിനകത്താണ്. ഈ സന്ദീപിന് പകരം നേരെ കോൾ വരുന്നത് തന്നെ നേരെ അർച്ചനയുടെ പാരൻസിനാണ് വരുന്നത്. അപ്പോഴത്തേക്കും മാഷ് കൊണ്ടുവന്ന് കൊടുക്കുക, മോനെ എണീക്കടാ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും നന്ദൻ പറയും, എടാ നീ ഇവിടെ വരെ വന്നേ പറ്റത്തുള്ളൂ, സച്ചിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും സന്ദീപ് അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. പക്ഷേ അർച്ചൻ്റെ പാരൻസിനോട് ഒന്നും പറയുന്നില്ല. പാവം ആതിരയും തന്നെ ആ റൂമിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നാളെ ആതിര ഡ്യൂ ഡേറ്റ് ആയതുകൊണ്ട് ആതിര ഇതൊന്നും അറിയിക്കാതെ സന്ദീപ് ചേട്ടനെ കാണാനില്ലാത്തതിൻ്റെ സങ്കടത്തിന് നേരെ ആ സ്പോട്ടിലേക്ക് തന്നെ എത്തുവാണ്.
സന്ദീപ് കാണുന്ന എന്താ പറയുക അർച്ചനേട്ടത്തി അത്രയും മാത്രം തകർന്ന് നിൽക്കുന്നതും അപ്പോൾ എന്തെങ്കിലും വിവരം അറിയാൻ പറ്റുന്നുണ്ടെന്നൊക്കെ അവരൊക്കെ നോക്കിയിട്ട് മറ്റൊരു വിവരങ്ങളൊന്നും കാണാനില്ല. അപ്പോഴത്തേക്കും പോലീസുകാർ പറയുന്നുണ്ട് ഇത് ഇവിടെ എന്തെങ്കിലും ഒരു കിഡ്നാപ്പ് ചെയ്തതിന് എന്തെങ്കിലും സൂചന ഉണ്ടോ എന്നൊക്കെ നോക്കാൻ പറയുമ്പം ഈ ആദ്യം തന്നെ ഉള്ള ബാക്കിയുള്ള ജൂനിയർ പോലീസ് ഓഫീസർ അതായത് അസിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. അപ്പോഴത്തേക്കും ലാസ്റ്റ് രാജമല്ലിക സ്വയം തന്നെ ആ കാറിന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു സിറിഞ്ച് കിട്ടുന്നുണ്ട്. ആ സിറിഞ്ച് കൂടെ കാണുമ്പോഴത്തേക്കും അർച്ചനയ്ക്ക് പിന്നെ വീണ്ടും പേടിയാണ്. കാരണം എന്തായാലും സച്ചേട്ടനെ ആരും അപായപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം മാത്രം ഉറപ്പായി. അപ്പോഴത്തേക്കും പോലീസുകാർ പറയുന്നുണ്ട് ഈ സിറിഞ്ച് കാണുമ്പോഴത്തേക്കും ധനുഷിനാണെങ്കിൽ ആവി പോവേ ഇവന്മാർ ഈ സിറിഞ്ച് ഇവിടെ വെച്ചിട്ടാണല്ലോ പോയത്, ഇവന്മാർക്ക് എന്താ ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും ധനുഷ് എന്താണ് അപ്പോഴാണ് ഇച്ചിരിയെങ്കിലും നന്ദൻ എന്താണ് സച്ചിനി കാണാതായോ എന്ന് ഒരു ഇച്ചിരി നേരത്തേക്ക് ആ ഒരു ബോധോദയം തോനെ നേരവും നിൽക്കുന്നില്ല കേട്ടോ, കുറച്ച് നേരത്തേക്കെങ്കിലും ആ ഒരു വിശ്വാസം വരുന്നത്. അങ്ങനെ ഈ സെർച്ചിനൊക്കെ ശേഷം എന്താണ് സച്ചിയെക്കുറിച്ച് ബാക്കി അന്വേഷണം വേണ്ടി അവരൊക്കെ എന്താണ് നിൽക്കുന്നത്. പിന്നെ ഇവരെല്ലാം തിരിച്ച് വീട്ടിൽ വന്ന് അർച്ചന പുറത്ത് പോയിരുന്ന എന്താണ് വീട്ടിൽ ഭയങ്കര സങ്കടപ്പെടുന്നതൊക്കെയാണ് കാണിക്കുന്നത് റൂമിൽ ഇരുന്ന്. സന്ദീപ് മാത്രമാണ് എന്താണ് അർച്ചനെ സമാധാനിപ്പിക്കാനായിട്ട് അവിടെ നിൽക്കുന്ന ഏക വ്യക്തി സന്ദീപ് മാത്രമേ ഉള്ളൂ. അപ്പം അർച്ചന സന്ദീപിനെ കാണുമ്പോൾ തന്നെ പൊട്ടിക്കരയോ ഏട്ടത്തി സമാധാനിക്കുന്നൊക്കെ പറഞ്ഞിട്ടും അർച്ചനയ്ക്ക് ഒരു സമാധാനമില്ല. ഓഫീസറായ രാജമല്ലിക ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ആ പറഞ്ഞ ഒരു പ്രതിയില്ലേ, അതായത് മിന്നൽ ബിജുവിൻ്റെ ടവർ ലൊക്കേഷൻ ഈ സ്ഥലത്ത് വല്ല ഉണ്ടായിരുന്നോ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇല്ല മാഡം, മിന്നൽ ബിജുവിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത് അവൻ്റെ വീട്ടിലാണ്. പക്ഷേ വീട്ടിലാണെങ്കിലോ അവൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ ആ വീട്ടിൽ ഇല്ല താനും. അപ്പം അതൊരു ഡൗട്ടായിട്ട് വരുമ്പോഴത്തേക്കും ഇതെന്താണ് ഈ ധനുഷ് കേൾക്കുകയാണ്. അപ്പോഴത്തേക്കും ധനുഷ് നേരത്തെ തന്നെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് സച്ചിയെ വെച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് സച്ചിയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം, ഉടൻ തന്നെ ഒരു ഗോഡൗണിലേക്ക് മാറ്റണമെന്ന് പറയുന്നുണ്ട്. ഇതൊരു പാഴടഞ്ഞ് നടക്കുന്ന ഒരു ഗോഡൗണിലേക്ക് മാറ്റാനാണ് പറയുന്നത്. അപ്പോഴത്തേക്കും എന്താണ് ഈ മിന്നൽ ബിജുവിൻ്റെ കൂട്ടാളികൾ പറയുക ഇവർക്ക് വേറെ പണിയില്ലേ, കാശ് തന്നു എന്നിട്ട് എന്തിനാ ഈ വിളിച്ച് ഉപദ്രവിക്കാൻ നിൽക്കുന്നത്, നമുക്ക് ചെയ്യാനുള്ള കാര്യം നമുക്കറിയാലോ, ഇവന്മാരുടെ ബുദ്ധി കൂടെ നമ്മൾ എന്തിനാ കേൾക്കാൻ നിൽക്കുന്നതൊക്കെ പറയുമ്പോഴത്തേക്കും മിന്നൽ ബിജു പറയും കാശ് തന്നവന്മാരല്ലേ, അവർ പറയും നമുക്ക് കേൾക്കാതെ എന്ത് ചെയ്യാനാണ്, അവർക്ക് എന്തോ ഇപ്പോൾ ഒരു പേടിയുണ്ട്, അതുകൊണ്ടല്ലേ ഇപ്പം വിളിച്ച് പറഞ്ഞു സാറേ ഞാൻ എന്തായാലും സച്ചി രാത്രി തന്നെ മാറ്റിക്കൊള്ളാം, കാരണം രാവിലേക്കാലം ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ഈ രാത്രി തന്നെ മാറ്റുന്ന പറഞ്ഞിട്ട് ഈ സച്ചിയെ മാറ്റാനുള്ള എല്ലാ പ്ലാനും വേണ്ടി സച്ചി എന്താണ് വായും കയ്യും ഒക്കെ പൊത്തി എന്താണ് നേരെ സച്ചിയെ പിടിച്ച് കാറി കിട്ടിയമാർ എവിടെയോ സച്ചിയെ കൊണ്ടുപോകുന്നുണ്ട്. അർച്ചന ആണെങ്കിലോ കലങ്ങാണ് വീട്ടിലേക്ക് എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിൽ അർച്ചന വന്ന് കയറുന്നതിന് മുന്നേ തന്നെ ആ പോയവരെ കുറിച്ചൊന്നും കാണാനില്ലോ എന്ന് പറഞ്ഞിട്ട് അവന്തികയുടെ വക ഡ്രാമ. അവന്തികയും സ്നേഹയും അതുപോലെ തന്നെ അനഘയും അവിടെ ഉണ്ട്, ആ വീട്ടിൽ തന്നെ ഉണ്ട്. അവരെന്താണ് ഈ പറയുന്ന ഈ സ്പോട്ടിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അനഘയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനുണ്ട്, സ്നേഹയ്ക്ക് ചെറിയ രീതിയിൽ ടെൻഷൻ. കാരണം കല്യാണം ആയതിൻ്റെ ആണ് സ്നേഹയ്ക്ക് ഏറ്റവും പ്രാധാന്യം കല്യാണം തന്നെ. ചേട്ടൻ്റെ കാര്യം അത്ര വലിയ പ്രാധാന്യമൊന്നും സ്നേഹയുടെ മുഖത്തും കാണാനില്ല. അപ്പോഴത്തേക്ക് എന്താണ് ഈ അവന്തിക പറയുന്നുണ്ട് അയ്യോ എന്തോ ആയി കാണും, എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താണോ, അവൻ ജീവനോടെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്നേഹയുടെ ഒക്കെ മുന്നിൽ വെച്ച് ഭയങ്കര അഭിനയം തകർത്ത് അഭിനയിക്കുക. ഇത് കണ്ടിട്ട് എന്താണ് ഈ അനഘയ്ക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അനഘ ഈ സമയത്തെങ്കിലും സത്യം പറയണം, ഈ കല്യാണം മുടക്കാൻ ഇത്രയും പരിശ്രമങ്ങൾ നടത്തിയിട്ട് നാളെ കല്യാണം നടക്കുന്നതാവുമ്പോൾ തോറ്റു പോകാതിരിക്കാൻ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ചേച്ചിക്ക് തമ്മിലുള്ള അവിഹിത ബന്ധത്തിന് ഒരു സൂചന കൊടുത്താൽ തന്നെ മതി, ഒന്നുമില്ലെങ്കിൽ ഒരു അവസാന സംശയം വരാൻ. അതിൻ്റെ അപ്പുറത്തോട്ടേക്ക് മറ്റൊന്നും വേണ്ട ആവശ്യമില്ല, സ്വന്തം അനിയത്തി തന്നെ തള്ളി പറയുന്നതിനപ്പുറം എന്ത് കാണാനാ. ഈയിടെ ഈ നാടകമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അവർ കയറി വന്നത്. അതിന് മുന്നെയാണ് എന്താണ് ഈ കോൾ ചെയ്ത് നോക്കാനായിട്ട് ഈ അനക്ക പോകുമ്പോഴത്തേക്കും അവരെല്ലാം വന്നു കഴിഞ്ഞു. അവരൊക്കെ ഒന്ന് എന്തായി അച്ഛാ സച്ചിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് അഭിനയിക്കുവാണ്. അങ്ങ് അപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ അവനെക്കുറിച്ച് അറിയാത്ത ഒരു സമാധാനമില്ല, യോ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിക്കാണോ, അവനിനി ആരെങ്കിലും കൊന്നു കാണുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഭയങ്കര പറയുമ്പോഴത്തേക്കും അർച്ചനയ്ക്ക് വീണ്ടും ഭയങ്കര സങ്കടം. ഇത് കണ്ട് സന്ധ്യ പറയും ഏട്ടത്തി എന്തിനാ വെറുതെ എന്തിനാ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നത്, വെറുതെ അർച്ചനേട്ടത്തിൻ്റെ മനസ്സിങ്ങനെ വിഷമിക്കണം, അവനെ ഞാനെന്ത് ചെയ്യുന്ന, അവൾക്ക് ഇത്ര വിഷമം വരേണ്ട ആവശ്യം എന്തൊരിക്കുന്നത്, എൻ്റെ മകനല്ലേ സച്ചിൻ, ഞാനല്ലേ അവനെ വളർത്തി, ആ വളർത്തി എനിക്ക് അവനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സങ്കടങ്ങൾ പറയാൻ പാടില്ലെന്നുണ്ടോ എന്നൊക്കെ ഞാൻ അടുത്ത ഡ്രാമ അവിടെ കളിക്കണം. പോരാത്തൻ ടി വി കാണിക്കുന്നത് എന്തൊക്കെയാണ് കാണിക്കുന്നത്, ടി വി കാണിക്കുന്ന ന്യൂസൊക്കെ പലതരം കാണിക്കുന്നുണ്ട്. ഇവർ പറയുന്നുണ്ട് നിനക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്ത് വാ തുറക്കേണ്ട വല്ല ആവശ്യമില്ല, വെറുതെ അർച്ചനെ മനസ്സ് വിഷമിക്കാൻ. ഇത് കേട്ട് ഭയങ്കര സങ്കടത്തിൽ അർച്ചന എന്താണ് അവിടെ നിൽക്കാതെ മേളിൽ നേരെ എന്താണ് റൂമിലേക്ക് കയറിപ്പോയി കിടന്ന് ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. സച്ചിയേട്ടനെ ഒന്നും സംഭവിച്ച് കാണില്ല, എൻ്റെ സച്ചിയേട്ടന് എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. ഇവിടെ അവന്തിക്കാണെങ്കിലും അർച്ചനയെ ഓരോ നിമിഷം കുത്തി കുത്തി നോവിച്ച് അതിൻ്റെ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അടുത്തെന്താണ് ഇവർ എല്ലാവരെയും മൈൻഡിന് ട്രാപ്പ് ഒന്ന് മാറ്റാനായിട്ട് വീണ്ടും എന്താണ് ധനുഷിന് എൻ്റെയാണ്. അപ്പം ധനുഷ് പറയുന്നത് സാർ ഞാനൊരു കാര്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കാൻ പാടില്ല, ഞാൻ അത് പറയുന്നത് ശരിയാവും തെറ്റാണെന്ന് എനിക്കറിയത്തില്ല പറയുമ്പോഴത്തേക്കും ഇത് കേട്ട് നിൽക്കുമ്പോൾ ഏതൊരു മനുഷ്യൻ മനസ്സിലാവും ഇവൻ്റെ മനസ്സ് എന്തുമാത്രം നികൃഷ്ടമാണെന്നുള്ള കാര്യം അധികം തന്നെ മനസ്സിലാവും. സച്ചി സാറിനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സച്ചി സാറിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ
ബോഡി എപ്പോഴേ കിട്ടേണ്ടതായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇത് കേട്ടിട്ട് പോലും ഒരു അച്ഛൻ എന്ന രീതിയിൽ ഒരു ടെൻഷനോ ഒരു സങ്കടമോ ഒരു കണ്ണീരിൻ്റെ ഒരു ഇറ്റ് പോലും ആ സേതുമാധവൻ്റെ കണ്ണിലും കാണാനില്ല നന്ദനും കാണാനില്ല. എല്ലാവരും ഭയങ്കര എന്തോ ഉണ്ടാക്കി ചമച്ച ഒരു കഥ കേട്ട് അന്യവൻ്റെ വീട്ടിലെ കാര്യം പോലെയാണ് ഇവരെല്ലാവരും ഈ നെല്ലിശ്ശേരി നടക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ട് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് സന്ദീപ് പറയുന്നുണ്ട് ഏട്ടത്തി ഇങ്ങനെ കിടന്ന് ആരും വിഷമിപ്പിക്കാൻ പാടില്ലെന്നിട്ട് അങ്ങനെ സന്ദീപ് ആ കാര്യം എന്താണ് അവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. പിന്നെ എല്ലാവരും കൂടെ ചെന്നിട്ട് കൂടിയാലോചനയും ചർച്ചയുമാണ്. ചർച്ച എന്തിനാണെന്നറിയോ? സച്ചിയെ കണ്ടെത്താനുള്ള ചർച്ചയൊന്നും ഇവിടെ ആർക്കും ഇല്ല. ഇവിടെ എല്ലാവരെയും പ്രശ്നം എന്തിനാണോ പോലീസിനെ അറിയിച്ചത്, പോലീസിനെ അറിയിച്ച കൊണ്ടാണല്ലോ ഇവിടെ ഈ ന്യൂസൊക്കെ ഇവിടെ ഇങ്ങനെ വരാനുള്ള കാരണം. അപ്പോൾ പോലീസിനെ അറിയിച്ച വലിയ മഹാപാവമായി പോയെന്നൊക്കെ ഉള്ള രീതിയിലുള്ള സംസാരമാണ് അവിടെ ടോട്ടലി നടക്കുന്നത്. അപ്പോൾ അർച്ചന എന്താണ് ഇത് പോലീസിനെ അറിയിക്കാതെ നാളത്തെ കല്യാണം കഴിയുന്നവരെ വായി മൂടി ഇരിക്കണമെന്നാണ് ഇവരുടെയൊക്കെ പല അഭിപ്രായം. അപ്പോൾ സന്ദീപും അനഘയും ബാക്കി എന്താണ് ഈ പറയുന്ന സേതുമാധവനെ എല്ലാവരും ഇന്ന് വട്ടമേശ സമ്മേളനമാണ്. അപ്പോൾ ഈ വട്ടമേശ സമ്മേളനത്തിനകത്ത് ഈ ചർച്ച നടക്കുമ്പം ഇവരുടെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് സ്നേഹയുടെ കല്യാണം നടത്തണോ വേണ്ടയോ, നാളത്തേക്ക് നടത്തണോ വേണ്ടയോ. അപ്പം ഇതിനകത്ത് അവസാനത്തെ തീരുമാനം പറയുന്നതിനകത്ത് ഈ സേതുമാധവനും നന്ദനൊക്കെ ഉൾപ്പെടെ പറയുന്നത് നടത്തണം. കാരണം ഇനി നടത്തിയില്ലെങ്കിൽ ഇപ്പോൾ ഉടനൊന്നും നടത്താൻ പറ്റത്തില്ല. ജോത്സ്യൻ പറഞ്ഞൊന്നാണ് പ്രാധാന്യം അവർക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനൊക്കെ പറയും സച്ചിയേട്ടനെ കാണാത്ത ഈ അവസരത്തിനകത്താണ് ഈ കല്യാണം നടത്താനായിട്ട് തീരുമാനിക്കുക. ആദ്യം സച്ചിയേട്ടനെ കണ്ടുപിടിക്കാൻ നോക്കുന്ന പറയുമ്പോൾ ആനയ്ക്കൊക്കെ എന്തിനാണ് ഈ കല്യാണം നടക്കാൻ പാടില്ല എന്നുള്ള ചിന്താഗതി എന്ന് പറഞ്ഞാൽ ആനയ്ക്കോട് അങ്ങ് ചാടിക്കേറിക്കൊണ്ടിരിക്കുവാണ് ഈ പറയുന്ന എന്താണ് നന്ദൻ. അതേസമയത്ത് തന്നെ എന്താണ് സന്ധ്യ പറയുവാണ് നിങ്ങൾക്ക് ആർക്കും നാണമില്ലേ, ഈ കല്യാണത്തെക്കുറിച്ച് ഞാനൊന്നും അഭിപ്രായം പറയുന്നില്ല. കാരണം ഈ കല്യാണം നടന്നാലില്ലെങ്കിലും എനിക്കതൊരു പ്രശ്നമേ അല്ല. കാരണം നാളെ ഈ കല്യാണത്തിന് കൂട്ടുകൂടാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഈ കല്യാണത്തിന് ഞാൻ വരുത്തില്ല എന്ന് പറഞ്ഞ തീരുമാനത്തിൽ എനിക്കൊരു ശകലം പോലും മാറ്റമില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കരഞ്ഞ് കരഞ്ഞ് കണ്ണ് കലങ്ങിയിരിക്കുന്ന ഒരാളുണ്ട്, എൻ്റെ ഏട്ടത്തി. എൻ്റെ അർച്ചനേട്ടത്തേക്കും വേണ്ടി മാത്രമേ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ ചേട്ടനെ കാണാനില്ല, എൻ്റെ സച്ചിയേട്ടനെ കാണാതായതിൻ്റെ ഒറ്റൊരു കാര്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങളുടെ കല്യാണം നടത്തുന്ന കാര്യത്തിനൊന്നും വേണ്ടിയിട്ടല്ല സന്ദീപിനെ ഇവിടെ വന്ന് നിൽക്കുന്നത്. സന്ദീപിൻ്റെ സ്റ്റാൻഡ് സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഈ കല്യാണം നടത്തണമെന്നൊരു ഭാഗത്ത് പറയുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് പറയുന്നത് ഈ കല്യാണം തൽക്കാലം മാറ്റി വെച്ചാലും കുഴപ്പമില്ല എന്ന രീതിക്കകത്ത് ഒരു രണ്ടും കെട്ട രീതിക്കകത്താണ് സംസാരിക്കുന്നത്. ഈ അവന്തിക ഉൾപ്പെടെ പറയുന്നത് കല്യാണം മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇനി സച്ചിൻ നാളെ വന്നില്ലെങ്കിലോ, സച്ചിൻ ഇനി ഒരിക്കലും വന്നില്ലെങ്കിലോ, പിന്നെ നാട്ടുകാരൊക്കെ നമ്മളെ കുറ്റം പറയുന്നുണ്ട്. നന്ദ പറയും നാട്ടുകാർ പറയുന്നൊന്നും എനിക്ക് വലിയ വിഷയമല്ല. ജോത്സ്യൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ കല്യാണം നാളത്തെ മുഹൂർത്തത്തിൽ നടന്നില്ലെങ്കിൽ ഇനി ഇപ്പോഴൊന്നും സ്നേഹയും ധനുഷും തമ്മിൽ ഒരു വിവാഹം നടത്താൻ നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നന്ദൻ എന്താണ് അതിൽ തന്നെ പ്രാധാന്യം. അപ്പോഴത്തേക്കും ലാസ്റ്റ് എല്ലാവരും പറയുവാണ് ഇതിൻ്റെ അഭിപ്രായം പറയേണ്ടത് നമ്മളല്ലല്ലോ, ഇതിൻ്റെ അഭിപ്രായം പറയണേ അർച്ചനയല്ലേ പറയണതെന്ന് പറഞ്ഞാൽ അർച്ചനയെ വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ അർച്ചനയോട് ഈ അവസ്ഥ ഈ മാനസികാവസ്ഥ ഇരിക്കുന്ന അർച്ചനയെ ഇട്ട് ചോദിക്കുന്നൊരു കാര്യം, അർച്ചന ഞാൻ മറ്റൊന്നിനും വേണ്ടി വിളിച്ചതല്ല, ഈ നന്ദനാണ് ഈ സംസാരിക്കുന്നത്. അതായത് സച്ചി നാളെ ഇനി വീട്ടിലേക്ക് എത്തും തന്നെയാണ് എൻ്റെ അഭിപ്രായം അർച്ചന. അതായത് സച്ചിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. അവൻ ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ വല്ലതും പോയിരിക്കുമായിരിക്കും. അപ്പോൾ അർച്ചന പറയുന്നുണ്ട് സച്ചി നാളെ വരും എന്ന് പറയുമ്പോഴത്തേക്കും അർച്ചന പറയുന്നുണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാൽ എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ശരിക്കൊക്കെ വേണ്ടി നിങ്ങൾ സ്വന്തമായിട്ട് സമാധാനിക്കുക. സച്ചിയേട്ടൻ നാളെ വരും എന്നൊക്കെ. സച്ചിയേട്ടൻ നാളെ വരത്തില്ല എനിക്കറിയാം. അങ്ങനെ സച്ചിയേട്ടൻ വരുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചെങ്കിലും പറഞ്ഞേനെ, ഇത്രയും നേരം കൊണ്ട് വിളിച്ചിട്ടില്ല. നിങ്ങൾക്കൊക്കെ എന്തുവാ ഈ സമയത്ത് എന്നോട് വിളിച്ച് ചോദിക്കേണ്ട കാര്യമാണോ ഇതൊക്കെ? നാളെ സ്നേഹയുടെ കല്യാണം നടത്തണോ വേണ്ടെന്നുള്ള കാര്യം പോരാത്തതിന് ഞാൻ പോലീസ് അറിയിപ്പിച്ച വലിയ തെറ്റാ. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇതെല്ലാം കണ്ട് സച്ചിയേട്ടനെ കാണുന്നില്ല എന്നിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കണമെന്നോ? സച്ചിയേട്ടനെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ്. ആ ഭർത്താവിനെ കാണാതിരിക്കുമ്പോൾ എനിക്ക് ആ താലി തന്നെയാണ് പ്രധാനം, അല്ലാതെ സ്നേഹയുടെ കല്യാണമോ അതൊന്നും എൻ്റെ വിഷയത്തിൽപ്പെടുന്ന കാര്യമില്ല. സമനില തെറ്റി നിൽക്കുവാൻ ഞാൻ. നിങ്ങളോടൊക്കെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കാണാതായിരിക്കുന്ന അർച്ചനയുടെ ഭർത്താവ് എന്നതിലുപരി സച്ചി ഈ ഇരിക്കുന്ന അച്ഛൻ്റെ മകൻ തന്നെയല്ലേ? അതുപോലെ തന്നെ നന്ദേട്ടൻ്റെ അനിയനല്ലേ സച്ചി? എന്നിട്ട് നിങ്ങളുടെ മുഖത്തും എനിക്കുള്ള ആ സങ്കടം ഞാൻ കാണല്ലോ. അപ്പോൾ എനിക്ക് മാത്രമേ സച്ചിയേട്ടൻ്റെ കാര്യത്തിൽ ഇത്രയും സങ്കടവും വിഷമവും ഒക്കെ. ഇപ്പം നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനേക്കാളും പ്രാധാന്യം നിങ്ങൾക്ക് നാളത്തെ വാശി കല്യാണം. നിങ്ങൾ ഈ കല്യാണം നടത്തുകയോ നടത്താതിരിക്കുക എന്ത് വിളിച്ചേട്ടെ, ഈ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഈ സമയത്ത് വിളിച്ചിറക്കാനാണ് നിങ്ങൾക്ക് തോന്നിയല്ലോ. അത് തന്നെ നിങ്ങളുടെ വലിയൊരു ഇതാണ്. നിങ്ങളൊന്നും ഞാൻ കരുതിയ പോലെയുള്ള ആൾക്കാരെല്ലാം അതിൻ്റെ അർച്ചന എന്താണ് പറയാനുള്ളതൊക്കെ ഇവരുടെ മുഖത്ത് നോക്കി തന്നെ പറയണം. അപ്പോൾ ഇത് കേട്ട് സ്റ്റണ്ണായി നിൽക്കുവാണ് ഈ പറയുന്ന ധനുഷും അതുപോലെ തന്നെ അവധിയും. കാരണം ഇവൾ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നാളെ ഇനി കല്യാണം വേണ്ട എന്ന് വെച്ച് പോകുമോ, ഇത്രയും നേരം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോകുന്നുള്ള പേടിക്കാത്താണ് ഇവരെല്ലാവരും കൂടെ ഇരിക്കുന്നത്. കാണാതായിട്ട് എത്ര മണിക്കൂറായി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഇന്ന് അർദ്ധരാത്രിയായി. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സച്ചിയേട്ടൻ എവിടെയാണ്, കായലോ കുളത്തിലോ വെള്ളം ഉണ്ടോ എന്നാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥമൊക്കെ ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. എന്നിട്ട് പോലും എന്നെ വിളിച്ച് എൻ്റെ ഈ മാനസികസ്ഥിതി ഇങ്ങനത്തെ ഒരു കാര്യം ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സ് തോന്നിയ വലിയൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം പറയാം, സച്ചിയേട്ടൻ്റെ കാര്യം എനിക്കിപ്പോൾ ഈ നിമിഷത്തിൽ പ്രാധാന്യമായിട്ട് മറ്റൊരു കാര്യമില്ല. നിങ്ങൾ സ്നേഹയുടെ കല്യാണം നടത്തുമോ നടത്താതിരിക്കുമോ എന്ന് വേണം ചെയ്യും. സച്ചിയേട്ടനെ കാണാനായിട്ട് ഇത്രയും മണിക്കൂറായിട്ട് നിങ്ങൾക്ക് ആർക്കും അതിൻ്റെ ഒരു സങ്കടം ഇല്ലാതാവാൻ നിങ്ങളോടൊന്നും ഒരു കാര്യം പറഞ്ഞിട്ട് ഒട്ടും കാര്യമില്ല.
നേരം പുലർന്നിട്ട് സച്ചിയേട്ടൻ ഈ വീട്ടിൽ തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അർച്ചനയ്ക്കറിയാം. അതിന് നോക്കാൻ വേണ്ടി ഞാൻ ആരെ ഇവിടെ പെർമിഷൻ മേടിക്കാൻ നിൽക്കത്തില്ല. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പോലീസിനെ വിളിച്ച് അറിയിപ്പിച്ചത് വലിയൊരു തെറ്റായിപ്പോയെന്നൊക്കെ. അതൊന്നും ഞാൻ മുഖവിലേക്ക് എടുക്കാൻ നിൽക്കത്തില്ല. നാളെ സച്ചിയേട്ടൻ രാവിലെ ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ അർച്ചനയ്ക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. നിങ്ങൾ കല്യാണം നടത്തിയോ നടത്താതിരിക്കുക എന്തോ ചെയ്യുന്നു. എന്നിട്ട് അർച്ചന എന്താണ് തിരിച്ച് ആ കാര്യം പറഞ്ഞ് അവിടെ നിൽക്കുന്ന കാണിച്ചാണ് ഇനി കാണിക്കാൻ പോകുന്ന മാംഗല്യം സീരിയൽ എപ്പിസോഡ് എൻ്റെ ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് എന്നെ കാണിക്കാൻ പോകുന്ന മാംഗല്യം സീരിയലിൻ്റെ ഫുൾ എപ്പിസോഡ്. ഇപ്പോൾ എല്ലാവരും കാണുമോ? ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. അപ്പം ബാക്കി നിങ്ങളുടെ കമൻസൊക്കെ ഇന്ന് ഇഷ്ടം പോലെ കമൻസ് കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതുപോലത്തെ ഒരു വൃത്തികെട്ട കുടുംബത്തിനെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം ആരും പറഞ്ഞു പോവും. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് തന്നെ ഞാൻ കമൻറ്റ് സെക്ഷൻസ് നോക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും കമൻസൊക്കെ ചെയ്യുമോ. ബൈ.